ഹലോ, ഇഡ്ലിക്കും ദോശയ്ക്കും സൈഡ് ഡിഷായിട്ട് യൂസ് ചെയ്യാവുന്ന ചെട്ടിനാട് കാര ചട്നി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഒരു കടായിലേക്ക് 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത് 1 ടീസ്പൂൺ, 7 വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഒരു വലിയ ഉള്ളി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുക. നാല് വറമുളക് ഇട്ട് കൊടുക്കാം. ഇതിന് നന്നായിട്ട് വണക്കി കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അര ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കുക. ഉള്ളി ഒരു 75% വഴണ്ട് വരുമ്പോൾ ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഈ തക്കാളിയും നന്നായി വണക്കി കൊടുക്കുക. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. കാൽ ടീസ്പൂൺ മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് കൊത്തമല്ലി കൂടെ ഇട്ട് കൊടുക്കണം. ഒരു പിടി കൊത്തമല്ലിയാണ് ഞാനിവിടെ ഇട്ടിരിക്കുന്നത്. ഇതും കൂടി ഇട്ടിട്ട് നന്നായി വണക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മളുടെ ഉള്ളിയും തക്കാളിയും മല്ലിയും എല്ലാം നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനൊരു മിക്സി ജാറിലേക്ക് മാറ്റിയിട്ട് അരച്ചെടുത്തിട്ട് വരാം. അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് താളിക്കാം. ഒരു കടായിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണയാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. എണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് കൂടി ഇട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക. തമിഴ്നാട് സ്റ്റൈൽ ചട്നികൾ നല്ലെണ്ണ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുക. നല്ലെണ്ണ ഇല്ലെങ്കിൽ വേറെ എണ്ണയും യൂസ് ചെയ്യാം. ഇനി അരച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും തക്കാളിയും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരു ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ചെട്ടിനാട് കാര ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ ചട്നി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഇഡ്ലിൻ്റെ കൂടെയും ദോശൻ്റെ കൂടെയും എല്ലാം സൈഡ് ഡിഷായിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു ചട്നി കൂടെയാണിത്. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ട എല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്